ഹീറോയിന്റെ വീട്ടിലൊരു ഷർട്ട് കണ്ടപ്പോൾ അന്നത്തെ രാത്രി ഓർത്തെടുത്ത ഹീറോ ആവട്ടെ അത് തന്റെ ഷർട്ടായിരിക്കാമെന്ന് കരുതി തന്നെ അത് നോക്കാനായി പോകുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ അപ്പോഴത്തേക്കും ഹീറോയിന്റെ സഹോദരൻ വന്ന് ആ ഷർട്ട് എടുക്കുന്നുണ്ട്. ഇതെന്റെ സിസ്റ്റർ എനിക്ക് വേണ്ടി വാങ്ങി തന്നതാണ്, കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ എടുത്തിട്ടെന്നേ ഉള്ളൂ, വളരെ ഭംഗിയുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ശരി, ഞാൻ നിന്റെ സിസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോ അതൊന്നും ഗവനിക്കാത്ത മട്ടിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അവൻ പോയതിന് പുറകെ തന്നെ സഹോദരൻ അവിടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് ഈ ആണുങ്ങളുടെ ഷർട്ടൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടുന്നത്, എന്തായാലും ഇതും കൂടി അവൻ ഇവിടെ ധരിച്ചിട്ട് കൂടുതൽ ഷോ ഒന്നും കാണിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവനാവട്ടെ അത് അവന്റെ റൂമിൽ എടുത്തുകൊണ്ട് വെക്കുന്നു. കിച്ചണിലേക്ക് പോയ ഹീറോ ആവട്ടെ അവളുടെ പിന്നിൽ ചെന്നാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനവിടെ വന്ന തൊട്ട് അറിഞ്ഞതുമില്ല. എന്തോ എടുക്കാനായി അവൾ തിരിയുന്ന സമയത്ത് തന്നെ ഹീറോയുടെ ദേഹത്തേക്ക് കയറി അവൾ മുട്ടുന്നുകൊണ്ട് അങ്ങനെ ഇരുവരും പരസ്പരം കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. പിന്നീട് ഹീറോ ആവട്ടെ അവൾക്ക് വേണ്ടി തക്കാളിയൊക്കെ എടുത്തു നൽകുകയും അവളുടെ മുടിയൊക്കെ ഒതുക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. അവനിങ്ങനെ അടുത്തുനിന്ന് മാറാത്തത് കൊണ്ട് തന്നെ അവളുടെ നെഞ്ചെടുപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. അപ്പോഴേക്കും ന്യൂഡിൽസ് വേവിക്കാനിട്ടിരുന്ന വെള്ളം നന്നായി തിളയ്ക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഞാൻ പോയി അതൊന്ന് ഇറക്കി വെച്ച് ന്യൂഡിൽസിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് ഹീറോയിൻ പറയുമ്പോൾ ഹീറോയും അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ ന്യൂഡിൽസൊക്കെ തയ്യാറാക്കി അവരെല്ലാവരും കഴിക്കാനായി ഇരിക്കുന്നുണ്ട്. കുക്കിങ്ങിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അവൾ വേർത്ത് വിളിച്ചിരിക്കുകയായിരുന്നു. സോറി, ഞാൻ കാരണമല്ലേ നിനക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വന്നേ എന്ന് ഹീറോ പറയുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നവുമില്ല, ഞാൻ എന്നും കുക്ക് ചെയ്യാറുള്ളതല്ലേ, നിങ്ങൾക്കും കൂടി ചേർത്ത് കുക്ക് ചെയ്തെന്ന് പറഞ്ഞ് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. നന്നായി വേർതിരിക്കുന്നത് കൊണ്ട് തന്നെ അവനാവട്ടെ ടിഷ്യൂ പേപ്പർ എടുത്ത് അവളുടെ വേർപ്പൊക്കെ ഒപ്പി കൊടുക്കുന്നുണ്ട്. അവൾ വല്ലാതെ നെർവസ് ആവുന്നത് അവൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. നീ ഇത്രത്തോളം നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഇപ്പോഴല്ലേ വിവാഹം കഴിച്ചത്, പതിയെ പതിയെ താനുമായിട്ട് നിനക്ക് പൊരുത്തപ്പെട്ടു പോകാനൊക്കെ സാധിക്കുമെന്ന് ഹീറോ പറയുന്നുണ്ട്. അപ്പോഴേക്കും പഠിച്ചുകൊണ്ടിരുന്ന അവളുടെ സഹോദരനെയും അവളെ ഫുഡ് കഴിക്കാനായി വിളിക്കുന്നുണ്ട്. അവനവട്ടെ സന്തോഷത്തോടെ തന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂഡിൽസ് ആണല്ലോ ഇതെന്ന് പറഞ്ഞ് കഴിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിച്ചിട്ട് സഹോദരനാവട്ടെ പഠിക്കാനായി പോകുന്നുണ്ട്. എന്നാൽ ഹീറോയിനും ആവട്ടെ കുറച്ച് വെള്ളം കുടിക്കുകയായിരുന്നു. ഇവന്റെ മട്ടും പാവവും കണ്ടിട്ട് ഇന്ന് ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന് തന്നെ അവൾ പരിഭ്രാന്തിയോടെ മനസ്സിൽ വിചാരിക്കുകയും തുടർന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിൽ നിന്ന് വെള്ളം ഇറ്റിട്ട് താഴേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഹീറോയിൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ കാര്യം ശ്രദ്ധിച്ച ഹീറോ ആവട്ടെ ഉടനടി തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം തുടയ്ക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. എന്താ വളരെ നെർവസായി കാണപ്പെടുന്നത്, താൻ നെർവസ് ഒന്നും അല്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ എന്തിനാണ് എൻ്റെ കൈ തുടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് പറ്റിയ അമളി അവൾക്ക് മനസ്സിലാവുന്നത്. സോറി, അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് അവൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ താൻ ഇന്ന് അവിടെ തന്നെയാണ് തങ്ങാൻ പോകുന്നതെന്നും ഹീറോ അറിയിക്കുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ പിന്നെ ഹീറോയിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് റെസ്റ്റ് റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോകുന്നു. റെസ്റ്റ് റൂമിലേക്ക് ചെന്ന് അവളാവട്ടെ കഴിഞ്ഞ പ്രാവശ്യം ബോധമില്ലാത്ത സമയത്താണ് താനൊരു യുവാവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വല്ലാതെ നെർവസ് ആവുന്നു. അങ്ങനെ ഒരു ഐഡിയ കിട്ടി അവളാവട്ടെ നേരെ ഹീറോയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് ഡ്രിങ്ക്സ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോ സംശയത്തോടെ തന്നെ നീ വീട്ടിൽ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, തൻ്റെ അസിസ്റ്റന്റിനെ വിളിച്ചപ്പോൾ തന്നെ പറയാം, തൻ്റെ കാറിൽ ഒരു ബോട്ടിൽ ഉണ്ടെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അസിസ്റ്റന്റിനെ ഹീറോ കോൾ ചെയ്യുന്നു. ഇത് അസിസ്റ്റന്റുമാരാവട്ടെ ഇന്ന് ഹീറോ അവിടെ തന്നെ തങ്ങുവാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ തനിക്ക് തരണമെന്നും തങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് 15,000 രൂപ തരണമെന്ന് പറഞ്ഞ് ബെറ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം തന്നെ ഹീറോയുടെ കോൾ വരുന്നത് കണ്ടിട്ട് അസിസ്റ്റന്റ് കോൾ എടുക്കുന്നുണ്ട്. തൻ്റെ കാറിലുള്ള ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് വരാനായിട്ട് അവൻ ആവശ്യപ്പെടുന്നു. ഉടനടി തന്നെ വൈൻ ബോട്ടിലുമായിട്ട് ഹീറോയുടെ അടുത്തേക്ക് അസിസ്റ്റന്റ് ചെല്ലുന്നുണ്ട്. സാർ, നിങ്ങളിന്ന് വീട്ടിലേക്ക് മടങ്ങില്ലേ എന്ന് അസിസ്റ്റന്റ് സംശയത്തോടെ ചോദിക്കുമ്പോൾ ഇല്ല, ഞാനിന്ന് ഇവിടെയാണ് തങ്ങാൻ പോകുന്നത്, നിങ്ങൾ ഇരുവരും വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാൻ ഹീറോ പറയുന്നുണ്ട്. ഇത് കേട്ടതും അയാളുടെ മുഖഭാവം മാറുന്നുണ്ട്. കാരണം ഇനി അയാൾ വേണമല്ലോ 15,000 രൂപ കൊടുക്കാൻ. അസിസ്റ്റന്റ് പോയതിനു ശേഷം ഹീറോയിൻ്റെ അടുത്ത് ജാക്കാവട്ടെ നമുക്കിരുവർക്കും കുളിച്ചതിന് ശേഷം ഡ്രിങ്ക്സ് കഴിക്കാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹീറോയിനാകെ സ്തംഭിച്ചു പോകുന്നുണ്ട്. ഇരുവരും ഒരുമിച്ച് കുളിക്കുന്നതിനെ പറ്റിയാണോ അവൻ പറഞ്ഞത് എന്ന് ഓർത്തിട്ട് ഹീറോയിനാവട്ടെ ഞാൻ വൈൻ ഗ്ലാസ് റെഡിയാക്കാം, ആ സമയം കൊണ്ട് നിങ്ങളെ കുളിച്ചിട്ട് വാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അങ്ങനെ ഹീറോ കുളിക്കാനായി പോകുന്നു. ഹീറോയിനാവട്ടെ വൈൻ ഗ്ലാസും അതുപോലെ വൈനുമായിട്ട് റൂമിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അവന്റെ നിഴൽ കണ്ടിട്ട് പോലും അവന് 6 പാക്ക് ഒന്നുമില്ല 8 പാക്സ് വരെ ഉണ്ടെന്ന് പോലും ഹീറോയിന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ അവിടെ എന്തിനാ ആവശ്യമില്ലാത്തടത്തേക്ക് തന്റെ കണ്ണ് പായിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ടേബിളിലേക്ക് കൊണ്ടുചെന്ന് വൈൻ ഗ്ലാസ് ഒക്കെ ധൃതിയിൽ വെക്കുന്നുണ്ട്. അവൻ വരുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവൾ പരിഭ്രാന്തിയോടെ ബെഡിലേക്ക് ഇരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണോ അതോ ഡ്രിങ്ക്സ് കഴിക്കണോ എന്ന് അവൻ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ഇല്ലില്ല, ആദ്യം ഡ്രിങ്ക്സ് തന്നെ കഴിക്കുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ വെപ്രാളത്തോടെ തന്നെ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് ഹീറോ തിരക്കുന്നുമുണ്ട്. അവൾ നന്നായിട്ടുണ്ടെന്ന് പറയുന്നതിനെ തുടർന്ന് തന്നെ അവനാവട്ടെ അവളെ ടേബിളിലേക്ക് എടുത്തിരുത്തിയതിനു ശേഷം അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കാണാൻ സുന്ദരൻ മാത്രമല്ല ഇവനെന്തോ മാജിക് അറിയാവുന്നതാണ് തോന്നുന്നത്, താൻ പോലും അവനെ അട്രാക്റ്റ് ആയി പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിനും അവനെ കിസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫോഴ്സിലായി പോയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വൈൻ ഗ്ലാസ് ഒക്കെ നിലത്ത് വീണ് ഉടയുന്നുണ്ട്. അതേസമയം തന്നെ അവളുടെ സഹോദരൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവൻ അവിടെ ജനൽ തുറന്നിട്ടിട്ട് ആരുടെ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്, കോളേജ് എൻട്രൻസ് എക്സാമിന് ഞാൻ തോറ്റുപോയാൽ നീ ആയിരിക്കും അതിനൊക്കെ കാരണമെന്ന് പറഞ്ഞ് അവൻ ബഹളം വെക്കുന്നു. ഹീറോയിനാവട്ടെ നമുക്ക് ഇപ്പോഴത്തേക്ക് ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, പിന്നീട് സ്റ്റാർട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് മതി,
എനിക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾ അപ്സെറ്റ് ആണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് അധികമായില്ലല്ലോ, ഇരുവരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം. ഇങ്ങനെയാണോ റെസ്പെക്റ്റ് കൊടുക്കുന്നത്? ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. രണ്ടുപേർക്കും നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. ഒരു ബെഡ്ഷീറ്റ് മാത്രമേ അവരുടെ പക്കലുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ചെറുതായി തണുക്കുന്നുണ്ടെന്ന് ഹീറോ മറുപടി നൽകുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു ഹോട്ടലുണ്ട്, ഇന്ന് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തോളാനും ഹീറോയിൻ പറയുന്നുണ്ട്. ആ ഹോട്ടൽ നല്ലതാണെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഉള്ളിലാവട്ടെ ആരോടൊപ്പെങ്കിലും അവൾ അവിടെ പോയിട്ടുണ്ടോ എന്നുള്ള ചിന്ത അവന്റെ ഉള്ളിൽ കയറി കൂടിയിരുന്നു. ഞാൻ അവിടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തനിക്ക് അറിയാമെന്ന് തന്നെ അവൾ വ്യക്തമാക്കുന്നു. അതൊന്നും വേണ്ട, താൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോളാമെന്ന് അവൻ പറയുമ്പോൾ ഹീറോയിൻ അവിടെ തിരിഞ്ഞ് അവന്റെ ദേഹത്തേക്ക് കൈവച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വാമായി ഫീൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഹീറോയും അവളെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്പോൾ കുറച്ചും കൂടി വാമായി ഫീൽ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചു മുമ്പ് നമ്മളെ കിസ് ചെയ്തത് നിനക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ അവിടെ വല്ലാതെ നെർവസ് ആവുന്നുണ്ട്. ഇവനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇതിന് താനെന്താ മറുപടി പറയുമെന്ന് തന്നെ അവൾ ആലോചിക്കുന്നു. എന്തായാലും ഇതിന് മറുപടിയൊന്നും പറയാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ കണ്ണുകളടച്ച് ഉറങ്ങിയതുപോലെ നടിക്കുന്നു. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഹീറോയും പിന്നീട് ഉറങ്ങുന്നുണ്ട്. അവനൊന്ന് കണ്ണുകൾ അടച്ചുറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് അവൾ സമാധാനമായി ഒന്ന് കണ്ണുകൾ തുറന്നത്. പിന്നീട് ഹീറോയിനും സമാധാനത്തോടെ ഉറങ്ങുന്നു. അതേസമയം തന്നെ അന്ന് നടന്ന ഇൻസിഡന്റ് അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അന്ന് ഹീറോ ആണ് അവളെ കിസ് ചെയ്തെന്ന തോന്നലിൽ തന്നെ പെട്ടെന്ന് അവൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. താനെന്താണ് ഇത്രയും വീടായിട്ടുള്ളൊരു സ്വപ്നം കാണുന്നത്, തീർച്ചയായും അയാൾ ജാക്കാവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോയും റെഡിയായി ഓഫീസിലേക്ക് പോകാനായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഒരുപാട് ഡിഷസ് തന്നെ അവന് വേണ്ടി ഹീറോയിൻ തയ്യാറാക്കി വെച്ചിരുന്നു. എന്തിനാണ് ഇത്രയധികം ബുദ്ധിമുട്ടി ഇത്രയധികം ഡിഷസ് തയ്യാറാക്കിയെന്ന് ഹീറോ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് എല്ലാം കുറേശ്ശെ ചെയ്തു വെച്ചതെന്ന് പറയുന്നുണ്ട്. ഇനി മുതൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എന്ത് ചെയ്തു തന്നാലും ഞാനത് കഴിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഹീറോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതേസമയം തന്നെ ഹീറോയിൻ്റെ ഫോൺ കോൾ വരുന്നുണ്ട്. ആ വീട്ടിൻ്റെ ഉടമസ്ഥനായിരുന്നു അത്. എന്താണ് ഇതുവരെ റെന്റ് തരാത്തതെന്ന് അയാൾ ചോദിക്കുമ്പോൾ താനിന്ന് പുതിയൊരു ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്, അഡ്വാൻസ് വാങ്ങി തീർച്ചയായും റെന്റ് അടയ്ക്കാമെന്ന് അവൾ അയാളോട് പറയുന്നുണ്ട്. അതിനയാൾ സമ്മതം അറിയിച്ച് കോള് കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ സംഭാഷണമൊക്കെ ഹീറോ കേട്ടിരുന്നു. തനിക്ക് പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണെന്ന് ഹീറോയിൻ പറയുന്നു. തുടർന്ന് ഹീറോ ആവട്ടെ താൻ ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ട്. അവൾ അവിടെ സന്തോഷത്തോടെ തന്നെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കാണിച്ച് ശ്രദ്ധിച്ചു പോണേ എന്ന് പറയുന്നുണ്ട്. എന്നെ പറഞ്ഞു വിടുന്നതിന് നിനക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ സാധാരണ രീതി പറഞ്ഞേ ഉള്ളൂ എന്ന് ഹീറോയിനും പറയുന്നു. തുടർന്ന് ഹീറോ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഹീറോയിൻ്റെ കോൾ വരുന്നുണ്ട്. അവള് പുതിയൊരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണല്ലോ, ആ കമ്പനിയിൽ നിന്നായിരുന്നു. സാലറി അഡ്വാൻസ് ആയി തരാൻ തയ്യാറാണെന്നും സമ്മതമാണെങ്കിൽ കമ്പനിയിലേക്ക് വന്ന് ജോയിൻ ചെയ്തോളാനും അവർ പറയുന്നുണ്ട്. എന്തായാലും വീടിന്റെ റെന്റ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് പിടിച്ചു വയ്ക്കാൻ ആ ജോലിയിൽ തന്നെ പ്രവേശിക്കാമെന്ന് ഹീറോയിൻ കരുതുന്നു. അങ്ങനെ ഹീറോയിൻ കമ്പനിയിലേക്ക് പോകാനിറങ്ങുന്ന സമയത്ത് തന്നെ ഹീറോയുടെ ഒരു അസിസ്റ്റന്റ് അവിടേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്കൊരു വീട് റെഡിയാക്കിയിട്ടുണ്ട്, അത് കാണിക്കാനായി വന്നേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതുവരെ വേറെ വീടൊന്നും നോക്കിയിട്ടില്ലല്ലോ എന്ന് ഹീറോയിനും പറയുന്നു. ഇല്ലില്ല, ബോസ് എന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വില്ലയെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ആ വില്ലയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ സഹോദരനും ഇനി അവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പണവും അയച്ചിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും 2 മില്യൺ തൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നു എന്നുള്ള വിവരം കണ്ടെത്തുന്നുണ്ട്. അവളും അനിയനും ഒരുപോലെ ഷോക്കാവുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അവൾ അമ്പരപ്പോടെ അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ അയാൾ അവിടെ ബോസ് പറഞ്ഞിരുന്നല്ലോ 2 മില്യൺ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാസം എക്സ്പെൻസസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത്. അതുമാത്രമല്ല അന്ന് വിവാഹം കഴിഞ്ഞ ഇടയ്ക്ക് എബ്രോഡിലേക്ക് പോയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ വൈകിപ്പോയത്, അതിന് സോറി കൂടി പറഞ്ഞയക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. അതൊന്നും യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ മന്ത്ലി അളിയനായ തനിക്കും ഒരു അലോവൻസ് അനുവദിക്കാനായിട്ട് നിങ്ങളുടെ ബോസിനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും താനത് ബോസിനോട് പറയാമെന്ന് അസിസ്റ്റന്റ് സഹോദരനോട് പറയുകയും തുടർന്ന് അവര് വീട് നോക്കാനായി പോവുകയും ചെയ്യുന്നു. അവർ റെന്റിനെടുത്തിരിക്കുന്ന വീട്ടിനെക്കാട്ടിലും 10 മടങ്ങ് ആഡംബരവും വലുതുമായിരുന്നു ആ വീട്. സഹോദരനാവട്ടെ അത് കണ്ടത് വളരെ സന്തോഷിക്കുന്നുണ്ട്. അവനാവട്ടെ ആ വീടിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും നാളും തന്നോട് മോശമായി പെരുമാറിയവരൊക്കെ ഇത് കണ്ടിട്ട് അസൂയപ്പെടട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതൊന്നും കാണാത്ത രീതിയിൽ പെരുമാറുമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ താക്കീത് ചെയ്യുന്നുണ്ട്. അവളങ്ങനെ താക്കീത് ചെയ്തെങ്കിലും അവളും വായും പൊളിച്ച് അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതേ സമയം തന്നെ അവൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഹീറോയിന്റെ സ്റ്റെപ്പ് മദറും അതുപോലെ സ്റ്റെപ്പ് സിസ്റ്ററും കണ്ടിരുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ അമ്മയോട് പറയുന്നുണ്ട് ഇവളേതോ പണക്കാരനെ വിവാഹം കഴിച്ചെന്നാണ് തോന്നുന്നത്, അവളെ ഒന്ന് കോൾ ചെയ്ത് ഒന്ന് തിരക്കി നോക്കുന്നത് തന്നെ ആ പെൺകുട്ടി അമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഹീറോയിനെ വിളിക്കുകയും കോൾ എടുത്ത ഉടനെ തന്നെ എന്താണ് കാര്യമെന്ന് ഹീറോയിൻ അന്വേഷിക്കുകയും ചെയ്യുന്നു. നീ ആരെയാടി വിവാഹം കഴിച്ചതെന്ന് അവർ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. വേറെ ആരെയാണ്, നിങ്ങൾ ഫിക്സ് ചെയ്ത ബ്ലൈൻഡ് ഡേറ്റിനെ തന്നെയാണ് താൻ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അപ്പോൾ നീ
ആ കിളവിനെ കണ്ടിരുന്നു. അയാള് 2 കുട്ടികളുടെ അച്ഛനുമാണ്, ഡിവോഴ്സ്ഡും ആണ്. എന്തായാലും ആ കുട്ടികളുടെ സ്റ്റെപ്പ് മദർ നീ ആയല്ലോ, നല്ല കാര്യം തന്നെയാണ്. ഉടനടി തന്നെ സ്റ്റെപ്പ് സിസ്റ്ററും ഫോൺ വാങ്ങിയിട്ട് നിനക്കിപ്പോൾ ഉള്ള വെയിറ്റിന് ഇങ്ങനെയുള്ള വിവാഹം തന്നെ തരപ്പെട്ടത് എന്തോ ഭാഗ്യം തന്നെയാണ്. എന്തായാലും 2 കുട്ടികളുടെ സ്റ്റെപ്പ് മദർ ആയിരിക്കുകയല്ലേ, നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്നും കൂടെ പറയും. അത് നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കുക, അവരിതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോയിൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അവൾ ആ വയസ്സായ ആളെ തന്നെ വിവാഹം കഴിച്ചു എന്ന് കരുതിയ അവളുടെ സ്റ്റെപ്പ് മദർ ആവട്ടെ ഉടനടി അയാളെ വിളിക്കുന്നുണ്ട്. അവർ അതിയായ സന്തോഷത്തോടെ തന്നെ ഞാൻ നിങ്ങളുടെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആരുടെ മദർ ഇൻ ലോ? ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. മകളെ ബ്ലൈൻഡ് ഡേറ്റിന് പറഞ്ഞയച്ചിട്ട് മറ്റൊരു ചെറിയ പയ്യനുമായിട്ട് സെറ്റാക്കി വിട്ടിരിക്കുന്നു. അവൾക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ മെസ്സേജ് അയച്ചിരിക്കുകയായിരുന്നു. ഇതിനപ്പുറം നിങ്ങളുടെ മേലിലുള്ള എല്ലാ പാർട്ട്ണർഷിപ്പും ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് തന്നെ അയാൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആരായിരിക്കാം അവൾ വിവാഹം കഴിച്ചതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവരവട്ടെ വീണ്ടും ഹീറോയിന് കോൾ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. രണ്ടുപേരും ആകെ കുഴപ്പത്തിലാവുന്നുണ്ടെങ്കിലും മകളോട് ആ സ്ത്രീ പറയുന്നുണ്ട്, അവൾക്ക് എത്ര നല്ല ജീവിതം ലഭിച്ചാലും അതിലും നല്ലൊരു ജീവിതമായിരിക്കും നിനക്ക് ലഭിക്കാൻ പോകുന്നത്. ജാക്കുമായിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ നടത്തിത്തരാം. അവൾ ഒളിച്ചും പാത്തുമല്ല വിവാഹം കഴിച്ചത്, പക്ഷേ നിന്റെ ഒരു ഗ്രാൻഡ് വെഡിങ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് അവർ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടതും സ്റ്റെപ്പ് സിസ്റ്റർ അമിതമായി സന്തോഷിക്കുന്നുണ്ട്. ഇതേസമയം ഹീറോയിനും അവളുടെ സഹോദരനും അസിസ്റ്റന്റ് ആവട്ടെ വീട് മുഴുവൻ ചുറ്റി കാണിച്ചു കൊടുക്കുകയായിരുന്നു. അസിസ്റ്റന്റ് ആവട്ടെ പറയുകയും ചെയ്യുന്നുണ്ട്, ഈ വീടും ഈ വീടിന് ചുറ്റുമുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങളുടെ പേരിലാണ്, ഇതിനോടകം തന്നെ നിങ്ങളുടെ പേരിൽ ഇതെല്ലാം രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. അതിനുശേഷം ഇരുവർക്കും ലഞ്ച് സെർവ് ചെയ്യുന്നുണ്ട്. അതെല്ലാം സ്പൈസി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഹീറോയിന് സന്തോഷമാവുന്നുണ്ട്. അവൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയതാണോ എന്ന്. അതെ, സാറ് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ് വളരെ ഇഷ്ടമാണെന്ന്. ബോസ് ആവട്ടെ ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ എന്നും അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയിനാവട്ടെ സന്തോഷത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ യാദൃശികമായി എരിവുള്ള ഫുഡൊക്കെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അതുവരെ ഓർത്തു വെച്ചിരിക്കുകയാണോ? ഇനി താനും ജാക്കിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ മീഡിന്റെ അടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ തന്നെ കുക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് നൈറ്റ് ജാക്ക് വീട്ടിലേക്ക് വരുമോന്നും അസിസ്റ്റന്റിനോട് അവൾ തിരക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് മീറ്റിംഗ് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്ന കാര്യം വളരെ പാടാണെന്നും അയാൾ പറയുന്നു. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾഡ് മാറ്റാനും അദ്ദേഹം തയ്യാറായിരിക്കുമെന്ന് അസിസ്റ്റന്റ് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഹീറോയിൻ ചാടിക്കയറി പറയുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണെന്ന്. അസിസ്റ്റന്റ് അവിടെ പോകുന്നതിന് മുമ്പായി കാറിന്റെ കീയും ഹീറോയിനെ ഏൽപ്പിക്കുന്നുണ്ട്. പോർഷെ കാറിന്റെ കീ ആയിരുന്നു അത്. ആ കാറിൽ തന്നെ അവൾ അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ നീ എപ്പോഴാണ് ഇത്രയും പണക്കാരിയായത്, നിന്റെ ഹസ്ബൻഡ് നിന്നെ സ്പോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരിരുവരെ ഷോപ്പിങ്ങിന് പോകുന്നു. നൈറ്റ് വെയർ ചെയ്യുന്ന കുറച്ച് ഹോട്ടായിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു അവർ നോക്കിക്കൊണ്ടിരുന്നത്. ഹീറോയിൻ ആവട്ടെ ഇതൊന്നും തന്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഒരു പെണ്ണായെ എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു, പിന്നെ നിന്റെ ഹസ്ബൻഡിന് എങ്ങനെ ഇത് ഇഷ്ടപ്പെടാതിരിക്കുമെന്ന് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തന്നെ ഫ്രണ്ട് അവളോട് സ്ട്രെയിറ്റ് ആയി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ഒന്നും പറയാതെ ഹീറോയിൻ ചിരിച്ചതേയുള്ളൂ. അത് കണ്ടിട്ട് ഫ്രണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്, അവന് നിന്റെ മേൽ ഫീലിങ്സ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നിനക്ക് അങ്ങനെ യാതൊന്നുമില്ല. അതേസമയം തന്നെ ഹീറോ അവൾക്ക് കോൾ ചെയ്ത് ഇന്ന് നൈറ്റ് ഞാൻ വീട്ടിലേക്ക് വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതെ, ഞാൻ പറഞ്ഞിരുന്നു, വന്നാൽ നന്നായിരുന്നു എന്ന് ഹീറോയിൻ മറുപടി നൽകുന്നുണ്ട്. തീർച്ചയായും താൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഉടനടി തന്നെ അവളാവട്ടെ അതിൽ നിന്ന് 2-3 നൈറ്റ് ഡ്രസ്സും കൂടി എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നീ ജാക്കിനെ വിവാഹം കഴിച്ച കാര്യം സ്റ്റെപ്പ് മദറിനും അവരുടെ മകൾക്കും അറിയാമോ എന്ന് ഫ്രണ്ട് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇതുവരെയും കാര്യമൊന്നും അറിയത്തില്ല, ഞാനിപ്പോഴും തടിച്ചു തന്നെ ഇരിക്കുകയാണെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അതുമാത്രമല്ല ഏതോ ഒരു വയസ്സിനെ വിവാഹം കഴിച്ചു എന്നാണ് അവർ കരുതിയിരിക്കുന്നതെന്നും ഹീറോയിൻ പറയുന്നു. ഇതേസമയം തന്നെയായിരുന്നു രണ്ടാനമ്മയും മകളും അവിടേക്ക് ഷോപ്പിങ്ങിന് വന്നുകൊണ്ടിരുന്നത്. ഹീറോയിനെയും അതുപോലെ അവളുടെ ഫ്രണ്ടിനെയും കാണുന്നുമുണ്ട്. പക്ഷേ അത് ഹീറോയിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല. രണ്ടാനമ്മയുടെ മകളാവട്ടെ ആ വൈറ്റ് ഡ്രസ് ഇട്ടിരിക്കുന്ന പെൺകുട്ടി ഹീറോയിന്റെ ഫ്രണ്ട് അല്ലേ, അവളെ തഴഞ്ഞിട്ട് ഇപ്പോൾ ദാ പുതിയ കൂട്ടുകാരിയായിട്ടാണല്ലോ നടപ്പ്. അല്ലെങ്കിലും അവളെ പോലെ ഒരുത്തിയൊക്കെ ആരെങ്കിലും കൂടെ കൂട്ടുമോ എന്ന് തന്നെ പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ അവരെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ പെൺകുട്ടി കാണാൻ മാത്രമല്ല സുന്ദരി, അവള് വളരെ ലക്ഷറി ആയിട്ടുള്ള കാറാണല്ലോ ഓടിക്കുന്നതെന്നും സ്റ്റെപ്പ് സിസ്റ്റർ ചെറിയ പരിഭ്രാന്തിയോടെ തന്നെ പറയുന്നുണ്ട്. ഇവളെ ഒരിക്കലും താനുമായി ഒരു കോമ്പറ്റീഷൻ അയക്കില്ലേ, എനിക്ക് എങ്ങനെയെങ്കിലും ജാക്കിനെ വിവാഹം കഴിച്ചേ മതിയാവൂന്ന് തന്നെ അവള് ദൈവത്തോട് അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. വീട്ടിലേക്ക് പോയ ഹീറോയിൻ ആവട്ടെ കുളിച്ചിട്ട് നൈറ്റ് വെയറിൽ ഏത് ധരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ഫ്രണ്ട് ആവട്ടെ റെഡ് കളറിലെ ഒരു നൈറ്റ് ഡ്രസ്സ് നിനക്ക് എടുത്തിരുന്നല്ലോ, അത് നിനക്ക് പെർഫെക്റ്റ് മാച്ച് ആണ്, അത് തന്നെ ധരിച്ചോളാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഡ്രസ്സ് ധരിച്ച് തന്നെ ഹീറോയ്ക്ക് വേണ്ടി അവളവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഹീറോ വന്നതേയില്ല. അവളാവട്ടെ ഉറക്കം തൂങ്ങി വീഴാനും പോകുന്നുണ്ട്. ഇങ്ങനെ വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അവള് ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് കരുതി കുറെ കമ്പനിയുടെ ലിസ്റ്റ് നോക്കുന്നുണ്ട്. അതിൽ ഹീറോയുടെ ഒരു കമ്പനിയും കാണുന്നുണ്ട്. അവളുടെ പ്രിഫറൻസിനനുസരിച്ചുള്ള ജോലി തന്നെ അവൾക്ക് കണ്ടെത്താനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു. വീണ്ടും അവനെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം കൂടി അവൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അറിയാതെ തന്നെ കണ്ണുകൾ അടഞ്ഞ് ഉറങ്ങിപ്പോകുന്നുണ്ട്. 3 മണിക്ക് ശേഷമാണ് ഹീറോ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്.
അവൾ നന്നായി ഉറങ്ങുന്ന കണ്ടപ്പോൾ തന്നെ ഹീറോ ആവട്ടെ അവളെ സോഫയിൽ നിന്നെടുത്ത് കിടക്കയിലേക്ക് കിടത്തുന്നു. എന്നാൽ അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഉടനടി തന്നെ നന്നായി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് അവളെ തട്ടി ഉറക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ കൈയും കാലും ഒക്കെ എടുത്ത് അവന്റെ ദേഹത്തേക്ക് അവൾ ഇടുന്നുണ്ട്. അവനാവട്ടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഫ്രഷ് ആവാനായി പോകുന്നു. പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകാൻ അവൻ റെഡി ആവുന്നുണ്ട്. കബോർഡ് തുറന്ന് തന്റെ കോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് തുറന്നെങ്കിലും അത് മുഴുവൻ ഹീറോയിന്റെ ഇന്നേഴ്സ് ആയിരുന്നു. ഷോക്കേസിൽ വെച്ചിരിക്കുന്ന പോലെയാണല്ലോ അവളതൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. ഹീറോ അത് കണ്ടിട്ട് ചിരിച്ചതിന് ശേഷം അതെല്ലാം കബോർഡിലേക്ക് അടക്കി വെക്കുന്നു. അപ്പോഴേക്കും ഹീറോയിൻ എഴുന്നേറ്റിട്ട് ഞാൻ നിങ്ങൾക്ക് ടൈ കെട്ടിത്തരാനായി സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ നിനക്ക് ടൈ ഒക്കെ കെട്ടാൻ അറിയാമോ? ഇതിനു മുമ്പ് ആർക്കെങ്കിലും ടൈ കെട്ടിക്കൊടുത്തിട്ടുണ്ടോ? ആരാണ് ലക്കി ബോയ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ്. അവനൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. ഒരുപാട് അവാർഡ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ആ ടൈമിൽ അവന് ടൈ കെട്ടിക്കൊടുത്തേ മതിയാവുമായിരുന്നു. അതുകൊണ്ട് പഠിച്ചു എന്ന് അവൾ വ്യക്തമാക്കുന്നു. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കെ തന്നെ അവൾ ടൈ നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ലിപ്പായി വീഴാൻ പോകുന്നു. ഹീറോ ആവട്ടെ അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ ദേഹത്ത് നല്ല സ്മെല്ലുണ്ടായിരുന്നു. നിങ്ങൾ കുളിച്ചോ എന്ന് അവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അവൻ അന്നേരം മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്, ഇന്നലെ രാത്രി താൻ 3 പ്രാവശ്യം കുളിച്ചു എന്ന്. ഇവിടെയുള്ള റെസ്റ്റ് റൂം യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നിന്റെ ഉറക്കത്തെ ഞാൻ ശല്യം ചെയ്തോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. തനിക്കൊരു ഡിസ്റ്റർബൻസും തോന്നിയില്ല. താൻ തനിയെ തന്നെ എഴുന്നേറ്റാണ് ഹീറോയിൻ പറയുന്നു. വാതിൽ പടിക്കൽ വരെ അവനെ കൊണ്ടാക്കാൻ ചെല്ലാമെന്ന് പറയുന്നുണ്ടെങ്കിലും പുറത്ത് അസിസ്റ്റന്റ് ഉണ്ടെന്നും ഈ ഒരു കോലത്തില് മറ്റാരും അവളെ കാണണ്ട എന്നും അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ആവട്ടെ ഒരു ലോങ് വൈറ്റ് കോട്ട് എടുത്ത് ധരിച്ചിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഹീറോയുടെ പിന്നാലെ ഓടിപ്പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ നെറ്റി കയറി അവന്റെ ദേഹത്തിടിക്കുന്നുണ്ട്. ഇവൻ എത്ര സ്ട്രോങ് ആണെന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുകയും ഹീറോ ആവട്ടെ നീ ഇന്നലെ നൈറ്റ് നന്നായി ഉറങ്ങിയില്ല എന്ന് തോന്നുന്നു, നന്നായി ഉറങ്ങുന്നു പറഞ്ഞ് അവളെ ബെഡിലേക്ക് കൊണ്ട് കിടത്തിയതിനു ശേഷം അവൾക്ക് നെറ്റിയിൽ ഒരു കിസ്സും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. നന്നായി ഉറങ്ങിയതിനു ശേഷം തന്നെ ഫ്രഷ് ആവെന്ന് വിചാരിച്ച് അവൾ എഴുന്നേറ്റ് അവളുടെ ഇന്നേഴ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാണുന്നില്ലായിരുന്നു. ആരാ ഇത് എടുത്തേന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ എല്ലാം തിരയുന്നു. നല്ല നീറ്റായി തന്നെ അതൊക്കെ കബോർഡിൽ മടക്കി വെച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഈ മെയ്ഡ്സ് ഒക്കെ നന്നായി തന്നെ അടുക്കി വെക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ വീണ്ടും ഇരുന്നിടത്ത് തന്നെ അത് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. നൈറ്റ് യാതൊന്നും സംഭവിച്ചില്ല എന്ന് തന്നെ അവളും പറയുന്നുണ്ട്. അതെന്താടി ഇനി നിന്റെ ഹസ്ബൻഡിനും വല്ല പ്രോബ്ലം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത്. നേരത്തെ ട്രീറ്റ്മെന്റ് എടുത്താൽ പെട്ടെന്ന് തന്നെ എല്ലാം ക്യൂർ ആവുമെന്ന് പറയുന്നുണ്ട്. അതിന് ഹീറോയിൻ ആവട്ടെ നീ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, ഇനി ഇങ്ങനെ ഒരു കാര്യം തന്നോട് പറയുകയും ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്താടി നീ സംസാരിക്കുന്നതൊക്കെ കേട്ടാൽ നിനക്ക് അയാളോട് ഫീലിങ്സ് തോന്നി തുടങ്ങിയെന്ന് തോന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞങ്ങൾ ലീഗലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ, രണ്ടുപേരും തീർച്ചയായും പരസ്പരം സ്നേഹിക്കുമല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാലും നിന്റെ സൈഡിൽ തന്നെ നിന്റെ ഭർത്താവ് നിൽക്കുമല്ലോ എന്ന്. തീർച്ചയായും തൻ്റെ ഭാഗത്ത് തന്നെ തൻ്റെ ഹസ്ബൻഡ് നിൽക്കുമെന്ന് ഹീറോയിൻ പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. ഇല്ലില്ല, എനിക്കെൻ്റെ മുത്തശ്ശിയെ കാണാനൊന്ന് പോകണം. താനും കൂടെ വരാമെന്ന് പറഞ്ഞ് ഫ്രണ്ടും കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അവൾ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഇവിടെയുള്ള മറ്റൊരു കാർ താൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഏത് കാർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിനുള്ള ആക്സസ് ബോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് തന്നെ അയാൾ പറയുന്നുണ്ട്. കാറിന്റെ കൈ ഇപ്പോൾ തന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു തന്നെയാണ് അസിസ്റ്റന്റ് കോള് കട്ട് ചെയ്തത്. ഇതേസമയം ഹീറോയുടെ അടുത്ത് അവന്റെ അച്ഛൻ വന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഹീറോയിനെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ അവളുടെ ഫാമിലി ഏത് സ്ഥിതിയിലുള്ളതാണെന്ന് നിനക്കറിയാമോ? നിന്റെ അച്ഛനെ പോലും നിന്റെ വിവാഹത്തെ പറ്റി അറിയാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. എവിടെ പോയി ഏതോ ഒരുത്തിയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ അയാൾ വളരെ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടിട്ട് തന്നെ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ വൈഫ് വളരെ കൈൻഡും സ്നേഹമുള്ളവളും കഴിവുള്ളവളും സുന്ദരിയുമാണ്. അവൾക്ക് തൻ്റെ വൈഫായിരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് പറയുന്നു. ആര് പറഞ്ഞാലും നീ കേൾക്കില്ലെന്നറിയാം. കുടുംബത്തിന് നീ കാരണം ഒരു മാനക്കേട് ഉണ്ടായിരിക്കുകയാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇനി നമ്മുടെ ഫാമിലിയുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്, അതിലാരും ഇടപെടണ്ട. ഇത് കേട്ടതും അയാൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. തുടർന്ന് ഹീറോ അവിടെ അസിസ്റ്റന്റിനോട് തൻ്റെ വൈഫ് എന്ത് ചെയ്യുകയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. മുത്തശ്ശി കാണാൻ വേണ്ടി തന്നോട് ഒരു കാറിൻ്റെ കീ ചോദിച്ചിരുന്നു. മേഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള എല്ലാ കാറുകളും എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാനായി ബോസ് ആക്സസ് നൽകിയിട്ടുണ്ടെന്ന്. തുടർന്ന് അസിസ്റ്റന്റിനെ ഹീറോ തിരുത്തുന്നുണ്ട്. അങ്ങനെയല്ല പറയേണ്ടത്, അവിടെയുള്ളതെല്ലാം അവളുടേത് തന്നെയാണെന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, എന്തിനാണ് അവൾ ഓരോ ആവശ്യങ്ങൾക്ക് നിന്നെ വിളിക്കുന്നത്? എന്നെയല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടാവാമെന്ന് അസിസ്റ്റന്റ് മറുപടി നൽകുന്നു. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞെന്ന് അവൾക്ക് മനസ്സിലാവരുത്. എന്ത് കാര്യമുണ്ടെങ്കിലും ഇനി എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറയേ. ഉടനടി അവൻ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റന്റ് അനുസരിക്കുന്നുണ്ട്. ഹീറോയിന് കോൾ ചെയ്ത് കാറിന്റെ കീയൊക്കെ ഞാൻ വീട്ടിലെത്തിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിനി എന്താവശ്യമുണ്ടെങ്കിലും ബോസിനെ കോൺടാക്ട് ചെയ്താൽ മതി. ബോസ് എപ്പോഴും നിങ്ങൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നത്. തീർച്ചയായും ബോധേഡാവേണ്ട കാര്യമൊന്നുമില്ല എന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ശരി, ഞാൻ ഇനി മുതൽ ജാക്കിനെ തന്നെ കോൾ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൾ കോൾ വെക്കുകയും ചെയ്യുന്നു. ഹീറോയിനും അവളുടെ ഫ്രണ്ട് മുത്തശ്ശിക്കുള്ള ഗിഫ്റ്റുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്ന് അവൾ തിരക്കുന്നുണ്ട്. അതിന് മുത്തശ്ശിയാവട്ടെ, എനിക്ക് സുഖം തന്നെയാണ്, നിനക്ക് സുഖമല്ലേ മോളെ? നിന്റെ ലൈഫ് ഇപ്പോൾ എങ്ങനെ പോകുന്നു? ഹസ്ബൻഡ് നന്നായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവരൊരും ഫസ്റ്റ് ടൈം കണ്ടുമുട്ടിയപ്പോൾ മുതലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് എന്നെ നന്നായി തന്നെയാണ് ഹസ്ബൻഡ് നോക്കുന്നതെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്.
അതിനുശേഷം ഹീറോയിനാവട്ടെ അവർക്ക് വേണ്ടി കോഫിയൊക്കെ റെഡിയാക്കാനായി പോകുന്നു. ഇതേസമയം ഫ്രണ്ട് അവളുടെ അടുത്ത് വന്നിട്ട് കല്യാണശേഷം നീ ആദ്യമായിട്ടല്ലേ നിന്റെ മുത്തശ്ശിയെ കാണാൻ വരുന്നത്, അപ്പോൾ നിന്റെ ഹസ്ബൻഡും കൂടെ വരേണ്ടതല്ലേ, എന്താ ഇങ്ങനെ ആരുടെ മുമ്പിലും വരാത്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോയിനാവട്ടെ ഞാനാണ് പറയാതെ വന്നത്, വിളിച്ചാൽ തീർച്ചയായും തന്നോടൊപ്പം വന്നിരുന്നേനെ എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ ഇത്രയൊക്കെ ജോലി തിരക്കുകളുണ്ടെങ്കിലും വന്ന് കാണേണ്ടേയല്ലേ എന്ന് ഫ്രണ്ട് പറയുന്നത് കേട്ടപ്പോൾ നീ വേറെ എവിടെയോ പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവിടെ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയിൻ അവളെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ മുത്തശ്ശിക്ക് കോഫി എടുക്കുകയായിരുന്നു. പക്ഷേ അത് അവളുടെ കയ്യിൽ നിന്ന് വഴുതി കാലിലേക്ക് വീഴുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോ അവിടെ എത്തുകയും അവളെ എടുത്ത് സോഫയിലേക്ക് ഇരുത്തിയതിനു ശേഷം അവളുടെ കാലിൽ മരുന്ന് വെച്ചു കൊടുക്കാനും പോകുന്നുണ്ട്. എന്നാൽ താൻ ഒരുപാടടുത്ത് നടന്നിട്ട് വന്നതാണ്, കാലൊന്നും കഴുകിയിട്ടില്ല, തൊടണ്ട എന്ന് തന്നെ ഹീറോയിൻ പറയുന്നു. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാലിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ജോലി തിരക്കുകളുള്ളതല്ലേ, എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ഹീറോയിൻ തിരക്കുന്നുണ്ട്. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടല്ലേ നീ മുത്തശ്ശിയെ കാണാൻ വരുന്നത്, അപ്പോൾ ഞാനും കൂടെ വരേണ്ടതല്ലേ, അതല്ലേ മര്യാദയെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലിയൊന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, വർക്കുകളൊക്കെ ഞാൻ പോസ്റ്റ്പോൺ ചെയ്തു, ഇന്നൊരു ദിവസം നിന്നോടൊപ്പമാണ് ഇരിക്കാൻ പോകുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ എത്ര നല്ല ഹസ്ബൻഡാണ്, എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരുന്നു എന്ന്. അപ്പോഴാണ് മുത്തശ്ശി കണ്ണുകൾ തുറന്നിട്ട് ഇതാരാണെന്ന് ഹീറോയിനോട് അന്വേഷിക്കുന്നത്. ഇത് തന്റെ ഹസ്ബൻഡാണെന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ ഹീറോ അവിടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. താനാണ് ജാക്ക്, തനിക്ക് 28 വയസ്സുണ്ടെന്നും നിങ്ങളുടെ ചെറുമകളെ വിവാഹം കഴിച്ചത് താനാണെന്നും അവൻ പറയുന്നു. മോനെ നിന്റെ പേര് ഒന്നും കൂടി ആവർത്തിച്ച് പറയാമോ, എനിക്ക് ചെറുതായിട്ട് മറവി രോഗമുള്ളയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവരിരുവരും നല്ല അടുപ്പമുള്ളതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നു. നൈറ്റ് ആയപ്പോഴേക്കും മുത്തച്ഛി വീണ്ടും നല്ല ഉറക്കാവുന്നുണ്ട്. ഇതേസമയം ഹീറോയിൻ ആവട്ടെ അവനോട് അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാമെന്ന് പറയുന്നു. അതൊന്നും വേണ്ട, ഇവിടെ തന്നെ ഞാൻ സ്റ്റേ ചെയ്തോളാം, ഒരു ബെഡ് ഉണ്ടല്ലോ എന്ന് ഹീറോ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ സോഫയിൽ കിടക്കാം, നിങ്ങൾ ബെഡിൽ കിടന്നു എന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ നീ സോഫയിലാണോ കിടക്കാൻ പോകുന്നത്, ഇരുവർക്കും ബെഡിൽ തന്നെ കിടക്കാമെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ഹീറോ ബെഡിലേക്ക് കിടക്കുന്നു. ഹീറോയിൻ അവിടെ നീ എന്നെ ഒരുപാട് ടൈറ്റായിട്ടാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്, എനിക്ക് ശ്വാസം വരെ മുട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈ അവനൊന്ന് അയക്കുകയും ഇരുവരും നന്നായി തന്നെ അന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം അവൻ ഉണരുന്നതിന് മുമ്പ് തന്നെ അവൾ ഉണരുകയും ചെയ്യുന്നു. ഹീറോയിൻ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹീറോ ആവട്ടെ പിന്നിൽ നിന്ന് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ ഹാർഡായി ബ്രഷ് ചെയ്യുന്നത്, നിന്റെ ഇനാമിലൊക്കെ പോകുമെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അതേ തുടർന്നൊരു വീഡിയോയും അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. വളരെ നന്ദിയുണ്ട്, ഇത് കാണുന്നവരെ എങ്ങനെയാണ് ശരിക്കും ബ്രഷ് ചെയ്യുന്നതെന്ന് പോലും തനിക്ക് അറിയില്ല എന്ന് അവൾ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. തുടർന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞ് ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അസിസ്റ്റന്റ് ആവട്ടെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി അവിടെ എത്തുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ എല്ലാം റെഡിയാണ്, നീ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ എന്നവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾക്കും സന്തോഷമാവുന്നുണ്ട്. എന്തിനാണ് തനിക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെടുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നമ്മളിരുവരുടെയും വിവാഹം കഴിഞ്ഞു, നമ്മളിരുവരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, എനിക്ക് നീയും നിനക്ക് ഞാനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണ്ടേ എന്ന് അവൻ പറയുന്നുണ്ട്. നിങ്ങളുടേത് വളരെ നല്ല മനസ്സാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിനക്കും വളരെ നല്ല മനസ്സാണെന്ന് ഹീറോ തിരിച്ചും പറയുന്നുണ്ട്. തുടർന്ന് ഹീറോയിനാവട്ടെ ഞങ്ങളുടെ മാരേജ് ലൈഫിൽ ലവ് ഇല്ലെങ്കിലും റെസ്പെക്റ്റും കൈൻഡ്നെസ്സും എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയുടെ കമ്പനിയിലേക്ക് ഹീറോയിൻ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിരുന്നല്ലോ, അവിടുന്ന് ഇന്റർവ്യൂവിന് അവളെ വിളിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവളുടെ എക്സ്പീരിയൻസും പ്രൊഫൈലും ഒക്കെ നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ലൈവ് സ്ട്രീമിങ്ങും വീഡിയോ കോളും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ തൻ്റെ മാനേജർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേസ് കണ്ടാൽ ആളുകൾ ഭയപ്പെടുമെന്ന്, അതുകൊണ്ടാണ് ആരെയും അങ്ങനെ വിളിക്കാത്തതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ, നിങ്ങൾ കാണാൻ വളരെ പ്രിറ്റിയാണല്ലോ എന്ന് തന്നെ അയാൾ പറയുന്നുണ്ട്. അത് പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഹെവി വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് ഈ റൗണ്ട് ഇന്റർവ്യൂ അവൾ പാസ്സായി എന്നും അടുത്ത ഇന്റർവ്യൂ മറ്റൊരാളാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മറ്റൊരു ക്യാബിനിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഒരു ലേഡിയുടെ ക്യാബിനിലേക്കാണ് അവളെ കൊണ്ടുപോയത്. ആ ലേഡിക്കാണെങ്കിൽ ഹീറോയുടെ മേലിലൊരു കണ്ണുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 2 ദിവസമായിട്ട് ജാക്ക് ഓഫീസിലേക്ക് വരാത്തതെന്ന് ആ യുവാവിനോട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്. ഹീറോയിനെ കണ്ടതും ആ പെൺകുട്ടി വല്ലാതെ അപ്സെറ്റ് ആവുന്നുണ്ട്. കാരണം തന്നെക്കാട്ടിലും 10 മടങ്ങ് സുന്ദരിയാണല്ലോ അവളെന്ന് ഓർത്തിട്ട് അവർ ഹീറോയിനോട് മനഃപൂർവ്വം ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവൾ നല്ല കോൺഫിഡൻ്റ് ആയി മറുപടി പറയുന്നത് കേട്ടിട്ട് തന്നെ അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അവളെ മനഃപൂർവ്വം തന്നെ ഫെയിലാക്കി വിടുകയും ചെയ്യും. ഫെയിലായ വിഷമത്തിലാണ് ഹീറോയിൻ വീട്ടിലേക്ക് പോയതും. തുടർന്ന് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. അവളുടെ സഹോദരൻ ആവട്ടെ ഹാളിലിരുന്ന് ഗെയിംസ് കളിക്കുകയായിരുന്നു. അവിടേക്ക് വന്ന ഹീറോ ആവട്ടെ അവളെ അന്വേഷിക്കുന്നുണ്ട്. അവൾ കുറച്ച് അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു, അതിനുശേഷം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് സഹോദരൻ വ്യക്തമാക്കുന്നു. പിറ്റേ ദിവസം ആ ലേഡിയെ ഹീറോ വിളിപ്പിക്കുന്നുണ്ട്. ഞാനായിട്ട് നിങ്ങളെ കാണണമെന്ന് കരുതിയിരുന്നതാണ്, അപ്പോഴാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് ഫീഡ്ബാക്സ് ഉണ്ട്, അതൊക്കെ കാണിച്ചിരട്ടെ എന്ന് പറഞ്ഞൊരു ഫയലും ഹീറോയുടെ പക്കലേക്ക് കൊടുക്കുന്നു. ഇതിൽ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് തനിക്ക് പറയാനുള്ളതെന്ന് ഹീറോ പറയുമ്പോൾ തന്നെ അതെന്താണെന്ന് ആ പെൺകുട്ടി പരിഭ്രാന്തിയോടെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിലേക്ക് ടീച്ചർ പ്രൊഫഷനിലേക്ക് ഒരാൾ വന്നിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്നിരുന്നു, ആരെയും തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ആ പെൺകുട്ടി പറയുന്നു. ഹീറോയിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവളെ എന്തിനാണ് ഫെയിലാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് അവള് എന്നെക്കാട്ടിലും സുന്ദരിയും സ്മാർട്ടുമാണ്, അതുകൊണ്ടാണ് അവളെ ഫെയിലാക്കിയെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും ഹീറോയുടെ ആവട്ടെ അവള് ലൈവ് സ്ട്രീമിംഗ് ചെയ്തിട്ടില്ലെന്നും
വീഡിയോ കോൾസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ല. അവളെ പോലെ ഒരാളെ ജോലിക്ക് എടുത്താൽ തീർച്ചയായും നമുക്ക് ലോസ് മാത്രമേ സംഭവിക്കൂ ആ പെൺകുട്ടി പറയുന്നു. ദേഷ്യം വന്ന ഹീറോ ആവട്ടെ ചില ഫോൾസുകളൊക്കെ അവൾക്കുണ്ടാവാം, പക്ഷേ ഒരുപാട് അച്ചീവ്മെന്റ്സ് തന്നെ അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കമ്പനിക്ക് യൂസ്ഫുൾ ആവും. ശരിയാണ്, അന്നേരം ഞാൻ അതൊന്നും ചിന്തിച്ചില്ല, എല്ലാം എൻ്റെ തെറ്റാണ്. ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ വിളിച്ച് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനായി ഞാൻ പറയാമെന്ന് തന്നെ പെൺകുട്ടി പറയുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള തെറ്റ് ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ ആ പെൺകുട്ടിയെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക തന്നെ ഹീറോ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഹീറോയിനാവട്ടെ കോൾ ലഭിക്കുന്നുണ്ട് ഇന്റർവ്യൂ അവൾ പാസ്സായി എന്നും അവൾക്ക് കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യാമെന്നും. തൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് തൻ്റെ ബോസും. നല്ല രസമായിരിക്കുമല്ലോ എന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ കബോർഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോഴവിടെ അവളുടെ ഇന്നേഴ്സ് എല്ലാം നല്ല വൃത്തിയായി അതിൽ മടക്കി വെച്ചിരിക്കുന്ന കാണുന്നു. മെയ്ഡ്സിനോട് ഇതിനെപ്പറ്റി പറഞ്ഞല്ലേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവള് മെയ്ഡിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലൊന്നും വൃത്തിയായിട്ട് മടക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിത് ഹാങ് ചെയ്തിട്ടോളാം എന്ന് പറയുമ്പോൾ മെയ്ഡാവട്ടെ അതിന് ഞാൻ നിങ്ങളുടെ ബെഡ്റൂമിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ, താനല്ല അതൊന്നും അടുക്കി വെച്ചെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് തൻ്റെ ഹസ്ബൻഡ് തന്നെയായിരിക്കാം അത് ചെയ്തേന്നുള്ള ഒരു വ്യക്തതയിൽ ഹീറോയിനും എത്തുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ആവട്ടെ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ലേഡി ആവട്ടെ ഹീറോയിന് കോർണറിൽ ഒരു സ്ഥലമാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അവൾക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ യാതൊരു മടിയുമില്ലായിരുന്നു. അവിടേക്ക് പോയിരുന്ന ഹീറോയിൻ അവളുടെ വർക്കുകൾ തുടങ്ങുന്നു. അതേസമയം തന്നെ ആദ്യമേ അവൾക്ക് ഇന്റർവ്യൂ എടുത്തയാൾ അവിടെ വന്നിട്ട് തൻ്റെ പേര് കെന്നെന്നാന്ന് പറഞ്ഞ് കാഷ്വലായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. തൻ്റെ ക്യാബിനിലേക്ക് പോവുകയായിരുന്ന ഹീറോ ഈ കാഴ്ച കാണുന്നുണ്ട്. എന്നാൽ അവൻ അവിടെ വന്ന കാര്യമൊന്നും ഹീറോയിൻ കണ്ടിരുന്നില്ല. ഹീറോയും അവൻ്റെ അസിസ്റ്റന്റും ദേഷ്യത്തോടെ നോക്കിയിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. കെന്നാവട്ടെ ഈ സമയം പറയുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ബോസിനാവട്ടെ ഡ്രാഗൺ എന്ന ഇരട്ടപ്പേരിട്ടിട്ടുണ്ടെന്ന് അവൻ പറയുന്ന കേട്ടപ്പോൾ ഹീറോയിനും ആ പേര് അവന് യോജിച്ചാണെന്ന് പറയുന്നു. ഇതേ സമയം തന്നെ ആ ലേഡി അവളുടെ അടുത്തേക്ക് വന്നിട്ട് നാളത്തേക്ക് കുറച്ച് ഫയൽസ് ഓർഗനൈസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് കുറേയധികം ഫയൽസ് തന്നെ ഹീറോയിൻ്റെ ടേബിളിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനാട്ടെ അതിനെ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. എന്തായാലും ഹസ്ബൻഡിനോട് ഈ വിവരം പറയേണ്ട, രാത്രി ഇരുന്ന് ഈ വർക്കുകൾ മുഴുവൻ തീർക്കാമെന്ന് തന്നെ അവൾ മനസ്സിൽ കരുതുന്നു. അവിടെയുള്ള എല്ലാവരും ഇതിനോടൊപ്പം തന്നെ പോയി കഴിഞ്ഞിരുന്നു. ഇതേ സമയം തന്നെ ഹീറോ ആവട്ടെ അവൻ്റെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഇരുട്ടത്തിങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹീറോ അവളുടെ അടുത്തേക്ക് വന്നത്. കുറച്ച് വർക്കേ ഉള്ളൂ, അത് ഇപ്പോൾ തീരുമെന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മിസ് വാൻ തന്നിട്ട് പോയ വർക്കാണ്, ഇതെല്ലാം നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഹീറോ കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് അതൊക്കെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ വാൻ എന്ന് പറയുന്ന ലേഡി ആവട്ടെ അവരുടെ ഗ്രൂപ്പ് ചാറ്റിൽ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരും അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിലും കെന്നെ അതിന് റിപ്ലൈ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് അവനെ ഗ്രൂപ്പ് ചാറ്റിൽ നിന്ന് പുറത്താക്കുന്നു. തുടർന്ന് ആ യുവാവ് ഹീറോയിന് മെസ്സേജ് അയക്കുന്നുണ്ട്. നീയും അതിന് റിപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെയും ഗ്രൂപ്പ് ചാറ്റിൽ നിന്ന് പുറത്താക്കുമെന്ന്. ഹീറോയിൻ ആവട്ടെ എന്ത് മെസ്സേജ് റിപ്ലൈ ആയിട്ട് നൽകുമെന്ന് തന്നെ അവനോട് ചോദിക്കുന്നു. അവരിങ്ങനെ ചാറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഹീറോയ്ക്കാവട്ടെ അവർ തമ്മിൽ മുൻപരിചയമുണ്ടെന്ന് തോന്നുകയും അതുകൊണ്ടാണ് അവരിത്ര ക്ലോസ് ആയി സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഹീറോയിൻ റിപ്ലൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ അവളെയും ഗ്രൂപ്പ് ചാറ്റിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട്. മിസ് വാനിനെ ഹീറോയിൻ ആവട്ടെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഗ്രൂപ്പ് ചാറ്റിലേക്ക് വീണ്ടും ആഡ് ചെയ്യാനായി. പക്ഷെ അവരാവട്ടെ ഒഫീഷ്യലായി എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ അത് അറിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഓക്കെ എന്ന് മറുപടി നൽകണമെന്നറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. തുടർന്ന് അവരുടെ ഗ്രൂപ്പ് ചാറ്റിലേക്ക് ഹീറോ ജോയിൻ ചെയ്യുകയും ഹീറോയിനെ ആഡ് ആക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോയുടെ ഈ പ്രവൃത്തി മൂലം തന്നെ വാൻ്റെ ഉള്ളിൽ സംശയം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൻ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അവളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതെന്ന്. ഉടനടി തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ കണക്ഷനിലാണ് ഞാൻ ഈ കമ്പനിയിലേക്ക് വന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേ എന്ന്. അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് തന്നെ ഹീറോ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ആ സ്ത്രീ ആവട്ടെ മീറ്റിങ്ങിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഹീറോ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തതെന്നും അവൾ ആ ഗ്രൂപ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് ആഡ് ചെയ്തതെന്നും വിചാരിക്കുന്നു. പിറ്റേ ദിവസം ഹീറോ ഇൻഫോം ചെയ്തതുപോലെ തന്നെ എല്ലാവരും മീറ്റിങ്ങിന് വന്നെത്തുന്നുണ്ട്. ഈ കെന്നും ഹീറോയിനും ആവട്ടെ അതേസമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ദേഷ്യം വന്ന ഹീറോ ആവട്ടെ ഇനി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചാൽ പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ചാൻസ് മുതലെടുത്ത് വാൻ ആവട്ടെ ഹീറോയിൻ കൊടുത്ത റിപ്പോർട്ടുകളിലൊക്കെ തെറ്റുണ്ടെന്നും അവൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്നും എന്നൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ നിങ്ങളുടെ കമ്പനിയിലുള്ള പവേഴ്സ് മിസ്യൂസ് ചെയ്യരുതെന്നും ഗ്രൂപ്പിലുള്ളവരെയൊക്കെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് റിമൂവ് ചെയ്യുന്നതെന്നും ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ആരും നോട്ട് ചെയ്യില്ലെന്ന് കരുതിയോ? തൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴേ പിരിച്ചുവിട്ടേനെന്നും ഹീറോ പറയുന്നുണ്ട്. തുടർന്ന് ആ സ്ത്രീ ഹീറോയോട് ക്ഷമാപണം നടത്തുന്നു. മീറ്റിംഗ് അവസാനിച്ച് എല്ലാവരും പോകാൻ നേരം ഹീറോയിനും കെന്നും സംസാരിക്കുകയായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ഹീറോ ആവട്ടെ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്, തൻ്റെ ഓഫീസിലേക്ക് വരണമെന്ന് ഹീറോയിനോട് ആവശ്യപ്പെടുന്നു. എന്തിനാ ജാക്ക് വിളിപ്പിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഉടനടി തന്നെ അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ ആവട്ടെ അവനെ പിടിച്ചു മാറ്റുന്നു. നമ്മളിപ്പോൾ ഓഫീസിലാണുള്ളത്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ആ പയ്യനോട് ഇത്രയും സംസാരിക്കുന്നത്, അവനോട് ക്ലോസ് ആവുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോയിൻ ആവട്ടെ നിനക്ക് ജലസി തോന്നുന്നുണ്ടോ? അപ്പോഴാണ് ഹീറോയും തനിക്ക് ജലസി ഫീൽ ആവുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നത്. ഹീറോയിനും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല, അവരിരുവരും ഒരു കോൺട്രാക്ട് മാരേജ് അല്ലേ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ജലസി തോന്നുമെന്ന്. തന്നോട് ക്ഷമിക്കണം, താൻ അറിയാതെ ചോദിച്ചവയാണെന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും അതേസമയം തന്നെ അവനൊരു കോള് വരുന്നുണ്ട്. മുത്തശ്ശിയായിരുന്നു വിളിച്ചിരുന്നത്. ഇത്രയും ദിവസമായിട്ടും വൈഫിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പരാതിപ്പെടുകയായിരുന്നു. നാളെ തന്നെ ഹീറോയിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി കോള് കട്ട് ചെയ്യുന്നുണ്ട്.
അങ്ങനെ അവൾക്ക് വേണ്ടി പുതിയൊരു ഡ്രസ്സ് വാങ്ങാനായി ഹീറോ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഒരുപാട് ഡ്രസ്സ് ഇട്ട് നോക്കിയെങ്കിലും അതിൽ അവന് പെർഫെക്റ്റ് ആയി തോന്നിയത് ഈ ബ്ലാക്ക് കളർ ഗൗൺ ആയിരുന്നു. ഇത് വളരെ നന്നായിട്ടുണ്ട്, നിനക്ക് നന്നായി തന്നെ ഇണങ്ങുന്നു എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് അവൻ വരുന്നുണ്ടെങ്കിലും ഇവൻ എന്തിനാ തൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവളുടെ ബെൽറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ അടുത്തേക്ക് വന്നത്. തുടർന്ന് ഞാൻ തന്നെ ടൈറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹീറോയിൻ അത് ടൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോകാൻ നേരം തന്നെ രണ്ടാനമ്മയും മകളും അവരിരുവരെയും കാണുന്നുണ്ട്. സ്റ്റെപ്പ് സിസ്റ്റർ ആവട്ടെ ഇത് ജാക്കല്ലേ, അന്ന് കണ്ട് ആ സുന്ദരിയായ പെൺകുട്ടിയല്ലേ അവനോടൊപ്പം പോകുന്നത്. അവളുടെ മുഖം കണ്ടിട്ട് നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നു. ഇനി അവൾ ഹീറോയിൻ മറ്റോ ആണോ എന്ന് സംശയത്തോടെ തന്നെ രണ്ടാനമ്മയെടുത്ത് മകള് ചോദിക്കുന്നുണ്ട്. അവസാനം അവർ ഇരുവരും ഒരു നിഗമനത്തിലെത്തുന്നുണ്ട്. ജാക്കിനോടൊപ്പം പോയത് ഹീറോയിൻ തന്നെയാണെന്നുള്ളത് അവർക്ക് വ്യക്തമാവുന്നു. ഇപ്പോൾ തന്നെ അവളെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാനമ്മയുടെ മകൾ പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ആ സ്ത്രീ അവളെ തടയുന്നുണ്ട്. ഇപ്പോൾ ശാന്തമായിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അവളിപ്പോൾ സുന്ദരിയായതുകൊണ്ട് അല്ലേ ജാക്ക് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ അവള് എങ്ങനെയായിരുന്നേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അവളെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവർ ഓരോന്നും പ്ലാൻ ചെയ്യുന്നു. ഇതേസമയം തന്നെ ഹീറോയിനും മുത്തശ്ശിയെ കാണാൻ എത്തിയിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ മുത്തശ്ശിക്ക് ഹീറോയിനെ വല്ലാതെ ഇഷ്ടമാവുന്നുണ്ട്. വന്നിരിക്കുമോളെ, നീ ഞങ്ങളുടെ ഫാമിലി മെമ്പർ തന്നെയാണ്, മടിച്ചു നിൽക്കാതെ വന്നിരുന്ന് കഴിക്കുന്നത് തന്നെ പറയുന്നുണ്ട്. ഹീറോയിൻ വരുന്നത് കണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങൾ അവർ തയ്യാറാക്കി വെച്ചിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഹീറോയിൻ ആവട്ടെ അവർ ഇതിനു മുമ്പ് തന്നെ നല്ല തയ്യാറെടുപ്പെടുത്തിരുന്നല്ലോ എന്ന് ഹീറോ എടുത്ത് പറയുന്നുണ്ട്. അതിന് ഹീറോയും നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടമുള്ള അത്രയും കഴിച്ചോളാൻ തന്നെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ സ്നേഹത്തോടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അവളുടെ കൈകൾ വരെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് മുത്തശ്ശിയാവട്ടെ നിങ്ങളിരുവരും വളരെ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി ഞാൻ സൂപ്പ് വരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഒരു 3 ബൗളെങ്കിലും കുടിക്കണമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞാൻ ഓൾറെഡി സ്ട്രോങ് ആണല്ലോ, അതിന് സൂപ്പൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. ഹീറോയിൻ അവിടെ സൂപ്പ് കുടിച്ചിട്ട് ഒരു ബൗളും കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് വീണ്ടും വാങ്ങി കഴിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചുടഞ്ഞ് തന്നെ ഇരുവരെയും ഒരു മുറിയിലേക്ക് മുത്തശ്ശി കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ മുറി വളരെ നല്ലതാണ്, നിങ്ങളിവിടെ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത് പൂട്ടുകയും ചെയ്യുന്നു. മുത്തശ്ശി എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ വാതിലിൽ തട്ടി ചോദിക്കുമ്പോൾ മുത്തശ്ശിയാവട്ടെ നിങ്ങളിരുവരും നന്നായി റെസ്റ്റ് എടുത്താൽ മാത്രം മതി, അതുമാത്രമല്ല ഈ വയസ്സുകാലത്ത് തനിക്ക് താലോലിക്കാൻ ഒരു പേരക്കുട്ടിയും കൂടി വേണം, എന്തായാലും നിങ്ങൾ സമയം വേസ്റ്റാക്കാതെ കാര്യത്തിലേക്ക് കടക്ക്, ഞാൻ നിങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെന്താ നിങ്ങളുടെ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നത് സത്യം തന്നെയല്ലേ, നീ റെഡിയാണോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോയിനും സമ്മതം അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവരിരുവരും ഒരുമിച്ചൊരു രാത്രി ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൾക്കും ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കാം, എനിക്കും ഒരു പാസ്റ്റ് ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റും ഫ്യൂച്ചറും മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ എന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. ഹീറോയിൻ തിരിഞ്ഞപ്പോൾ അവളുടെ കഴുത്തിൻ്റെ പിന്നിലുള്ള ബർത്ത് മാർക്ക് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവനത് നോക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഹീറോയിന് ഷൈ ആയി തോന്നുകയും എന്താ നിങ്ങളിങ്ങനെ നോക്കുന്നേ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഒന്നുമില്ല, നിന്റെ കഴുത്തിലുള്ളത് ബർത്ത് മാർക്കാണോ എന്ന് ഹീറോ തിരക്കുന്നുണ്ട്. അതൊന്നുമില്ലാന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് വീണ്ടും റൊമാൻസിനായി ചെല്ലുമ്പോൾ തന്നെ മുത്തശ്ശി അവിടെ വാതിൽ തട്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ടയേർഡായിരിക്കാം, ഫുഡ് കഴിക്കാൻ ഇറങ്ങി താഴേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് ഹീറോ ആവട്ടെ ഫ്രഷ് ആവാൻ പോകുന്നുണ്ട്. ഇതേ സമയം ഹീറോയിന് അവിടെ നിന്നൊരു ബുക്ക് ലഭിക്കുന്നുണ്ട്. അതെടുത്ത് നോക്കിയപ്പോഴും അതിൽ നിന്ന് അവൾക്ക് ഒരു കോയിൻ ലഭിക്കുന്നു. എന്തിനായിരിക്കും ഈ ബുക്കിൽ കോയിൻ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഹീറോ പെട്ടെന്ന് വന്ന് അവളുടെ കയ്യിൽ നിന്നത് വാങ്ങിച്ചത്. ആ കോയിൻ ആവട്ടെ അവൻ ബുക്കിൽ തന്നെ വെക്കുന്നുണ്ട്. എപ്പോൾ മുതലാണ് ഈ ബുക്കിൽ കോയിനൊക്കെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയെന്ന് ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ ഈ കോയിൻ യൂസ് ചെയ്തതെന്ന് ഹീറോ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിനാവട്ടെ മറ്റൊരു പെൺകുട്ടിയുമായി ഈ കോയിൻ എന്തോ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇത്രത്തോളം അവനെ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അവളുടെ സഹോദരൻ അവളെ വിളിച്ചിട്ട് രണ്ടാനമ്മയും മകളും ആവട്ടെ ആ വീട് മാറാൻ പോവുകയാണ്, അതുകൊണ്ട് നമ്മുടെ അമ്മയുടെ വസ്തുക്കളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അവളാവട്ടെ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹീറോ അവളോടൊപ്പം ചെല്ലാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നീരസത്തോടെ തന്നെ അവനെ നിഷേധിക്കുന്നുണ്ട്. രണ്ടാനമ്മയുടെ മകളുടെയും വീട്ടിലേക്ക് ചെന്നപ്പോഴാവട്ടെ അവരാവട്ടെ കുറേയധികം ആളുകളെ കൂട്ടി അവരിരുവർക്കും വേണ്ടി ഒരു ട്രാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ ആവട്ടെ മര്യാദയ്ക്ക് നീ നിന്റെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് പോകാൻ നോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ജീവനോട് വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവളെ ഒന്നും ഗവനിക്കാതെ തന്നെ തൻ്റെ അമ്മയുടെ വസ്തുക്കൾ മടക്കിത്തരണമെന്ന് പറഞ്ഞ് ആ സ്ത്രീയുമായി വഴക്കിടുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ ഹീറോയിനെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട്. തക്കതായ സമയത്ത് ഹീറോ വന്നതുകൊണ്ട് തന്നെ അവളെ പിടിച്ചു നിർത്തുന്നു. ഹീറോ വന്നിട്ട് പോലും രണ്ടാനമ്മയും മകളും അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവള് എത്രത്തോളം കാണാൻ ഭംഗിയില്ലാത്തവളായിരുന്നു എന്നറിയാമായിരുന്നു. തടിച്ചിരുന്നപ്പോൾ പോലും മറ്റാണുങ്ങളുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ അവള് ഇങ്ങനെ മെലിഞ്ഞത് തന്നെ നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ കുറിച്ച് അവർ മോശമായി സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ഹീറോ ആവട്ടെ നിങ്ങളിത് ആരെ പറ്റിയാണ് പറയുന്നതെന്ന് അറിയാമോ, തൻ്റെ വൈഫിനെ പറ്റിയാണ്, മര്യാദയ്ക്ക് തൻ്റെ വൈഫിനോട് സോറി പറയാൻ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് തന്നെ നിങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ദേഷ്യം തീരെ അടക്കാൻ സാധിക്കാത്ത രണ്ടാനമ്മയുടെ മകളാവട്ടെ ഹീറോയിനെ അടിക്കാനായി കയ്യൂങ്ങിയതും വളരെയധികം ദേഷ്യത്തോടെ തന്നെ അസിസ്റ്റന്റിനോട് ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കണമെന്നും ഇവരിരുവരെ ഹാൻഡ് ഓവർ ചെയ്യണമെന്നും ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് അവരാവട്ടെ വല്ലാതെ ഭയന്ന് ഹീറോയിനോട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്.
ഇനി ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് പറഞ്ഞു തന്നെ ഹീറോയിൻ്റെ അമ്മയുടെ വസ്തുക്കളെല്ലാം തിരിച്ചു നൽകുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ എവിടേക്ക് എത്തിയെന്ന് ഹീറോ എടുത്ത് തിരക്കുന്നുണ്ട്. നീ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ കരുതിയതാണ് ഇവരെന്തെങ്കിലും ട്രാപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കാമെന്ന്. അതുകൊണ്ടാണ് നിന്റെ പിന്നാലെ വന്നത്. നീ യാതൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ കൂടെ കാണുമെന്ന് തന്നെ ഹീറോ പറയുന്നു. അങ്ങനെ അവരിരുവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഹീറോയിനാവട്ടെ അമ്മയുടെ അവശേഷിപ്പുകളൊക്കെ എടുത്തു നോക്കി വല്ലാതെ ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. അവരുടെ പക്കൽ നിന്ന് തൻ്റെ അമ്മയുടെ അവശേഷിപ്പുകളെല്ലാം വാങ്ങിത്തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവൾ ഹീറോയെ ഹഗ് ചെയ്യുന്നുണ്ട്. നന്ദിയുടെ ആവശ്യമെന്താ, ഞാൻ നിന്റെ ഹസ്ബൻഡല്ലേ, നിനക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇപ്പോഴെന്നല്ല എപ്പോഴായാലും ഞാൻ ചെയ്തു വരുമെന്നും എപ്പോഴും നിന്നോടൊപ്പം തന്നെ കാണുമെന്ന് ഹീറോ പറയുകയും ചെയ്യുന്നു. അവൾക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഹീറോ കിച്ചണിലേക്ക് പോകുന്നു. അതേസമയം തന്നെ അവൾക്കൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. ഹീറോയിൻ നല്ല വണ്ണമുണ്ടായിരുന്ന സമയത്ത് ഫോട്ടോയും അവളുടെ ബർത്ത് മാർക്കും വെച്ചിട്ട് ഇവൾ വളരെ മോശക്കാരിയായിട്ടുള്ള പെൺകുട്ടിയാണെന്നും ഹോട്ടൽ മുറികളിലൊക്കെ പോകാറുണ്ടെന്നും പറഞ്ഞ് ന്യൂസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അവളുടെ ഹൃദയമിടിപ്പാവട്ടെ ക്രമാതീതമായി ഉയരുകയും തൻ്റെ ഭർത്താവ് തൻ്റെ പഴയ രൂപത്തെപ്പറ്റിയോ കാര്യങ്ങളെപ്പറ്റിയോ അറിയരുതെന്നും തൻ്റെ ഇപ്പോഴത്തെ ഈ രൂപത്തെപ്പറ്റി മാത്രമേ അവൻ അറിയാവൂന്നും അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. അതേസമയം തന്നെയായിരുന്നു അവൾക്കുള്ള വെള്ളവുമായി ഹീറോ അവിടെ എത്തിയത്. പെട്ടെന്ന് തന്നെ അവൾ ഫോൺ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവളുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരു മെസ്സേജ് വന്നതാണ്, അത് നോക്കിയതാണെന്ന് ഹീറോയിൻ പറയുകയും തനിക്ക് ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ ചെന്നപ്പോഴാണ് രണ്ടാനമ്മയും മകളും അവിടെ നിൽക്കുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവള് വണ്ണം വെച്ചിരുന്നപ്പോഴുള്ള ഫോട്ടോസൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ ദേഹത്തേക്ക് അവരെറിയുകയും ചെയ്യുന്നു. എല്ലാവരും വന്ന് നോക്ക്, ഇവൾ ആരാണെന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓൺലൈനിൽ വന്ന ന്യൂസൊക്കെ സത്യമായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയാണ് ഇവൾ, വളരെ മോശക്കാരിയാണ്. ആണുങ്ങളുമായി ഹോട്ടൽ മുറിയിലൊക്കെ പോകുന്നതാണ് ഇവളുടെ പരിപാടി. ഇപ്പോൾ നല്ലവളായി മാറി ജാക്കിനെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. ജാക്കിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ തടിയൊക്കെ കുറച്ച് ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് പോലും എല്ലാവരുടെ മുമ്പിൽ വെച്ച് രണ്ടാനമ്മയും മകളും പറയുന്നുണ്ട്. തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ ഫോട്ടോസ് എടുക്കുകയും തൻ്റെ ഇമേജിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും താൻ പോലീസിനെ വിളിക്കുമെന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. ഇവള് നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന പോലല്ല, വളരെ മോശക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. എല്ലാവരും ഇവളുടെ ഫോട്ടോസ് എടുത്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെ രണ്ടാനമ്മയുടെ മകള് പറയുമ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു. ഹീറോയിൻ അവിടെ കൈകൾ കൊണ്ട് അവളുടെ മുഖം പൊത്തിപ്പിടിക്കുന്നുണ്ട്. നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ എന്തിനാ മുഖം മറക്കുന്നതെന്ന് ചോദിച്ച് രണ്ടാനമ്മയുടെ മകൾ അവളുടെ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേസമയം ഹീറോയിൻ നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആരോ വന്ന് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. വേറെ ആരുമായിരുന്നില്ല, ഹീറോ ആയിരുന്നു അത്. അപ്പോഴേക്കും അവളുടെ കഴുത്തിന്റെ പിന്നിലുള്ള ബർത്ത് മാർക്ക് അവൻ ശ്രദ്ധിക്കുകയും താഴെ കിടക്കുന്ന അവളുടെ പഴയ ഫോട്ടോസും അവൻ കാണുന്നുണ്ട്. ഒരു വർഷമായി താൻ തേടിക്കൊണ്ടിരുന്ന പെൺകുട്ടി തന്റെ വൈഫ് തന്നെയാണോ എന്ന് ആലോചിച്ചിട്ട് ഹീറോയ്ക്ക് അതിയായ സന്തോഷം തോന്നുന്നു. രണ്ടാനമ്മയും മകളും ഹീറോയിനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട് തന്നെ ഹീറോ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് അന്ന് ഹോട്ടൽ മുറിയിൽ ഹീറോയിനോടൊപ്പം ഉണ്ടായിരുന്ന യുവാവ് താൻ തന്നെയാണെന്ന് അവൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതും കൂടി കേട്ടപ്പോൾ രണ്ടാനമ്മയും മകളുമാകെ തകർന്നു പോകുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യം ഉപയോഗിച്ച് തന്നെ ജാക്കിന്റെ ജീവിതത്തിൽ നിന്ന് ഹീറോയിനെ അകറ്റാമെന്നാണ് അവരിരുവരും കരുതിയിരുന്നത്. നിരാശയോടെ തന്നെ അവർ ചെയ്തു കൂട്ടിയത് തന്നെ അവർക്കൊക്കെ വിനയായല്ലോ എന്ന് തന്നെ ഇരുവരും മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഓൺലൈൻ ഗോസിപ്പുകളും ഹീറോയിന്റെ പഴയ ഫോട്ടോസും ഒക്കെ പബ്ലിസിറ്റി ചെയ്തവർക്കെതിരെ തീർച്ചയായും ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനെ പിടിച്ചു തള്ളിയിട്ടപ്പോൾ അവളുടെ കാലിന് മുറിവ് സംഭവിച്ചിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോയി ഹീറോ അതിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. 1 വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാനമ്മയും അവരുടെ മകളും ചേർന്ന് തന്നെ ഒരുപാട് മദ്യം കുടിപ്പിക്കുകയും മറ്റൊരാളുടെ മുറിയിലേക്ക് തന്നെ കയറ്റിവിട്ടതിന് ശേഷം മുറി ലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അന്നൊരു ദിവസം അയാളുമൊത്ത് താൻ സമയം ചെലവഴിച്ചിരുന്നു. ഇത് നിങ്ങളോട് പലതവണ തുറന്നു പറയണമെന്ന് വിചാരിച്ചാണെങ്കിൽ പോലും തന്നെ കൊണ്ട് എന്നെ സാധിച്ചില്ല, ക്ഷമിക്കണമെന്ന് ഹീറോയിൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ അവിടെ ആ ബുക്ക് എടുത്തുകൊണ്ടുവന്ന് അതിലെ കോയിൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ കോയിൻ നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതൊന്ന് നോക്കിയിട്ട് തന്നെ അപ്പോൾ ആ ആള് നിങ്ങൾ തന്നെയാണോ എന്ന് ഹീറോയിൻ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് നീ അങ്ങ് പോയി. ആകെ ഉണ്ടായിരുന്ന ക്ലൂ എന്ന് പറയുന്നത് ഈ ഒരു കോയിനും നിന്റെ പിൻകഴുത്തിലുള്ള ബർത്ത് മാർക്കുമാണ്. അന്നത്തെ ദിവസം മുതൽ 1 ഇയറായി നിന്നെ തന്നെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം നീ തന്നെ എൻ്റെ വൈഫായി വരികയും ചെയ്തു. വിധി തന്നെയാണ് നമ്മളെ ചേർത്ത് വെച്ച് എന്ന് പറഞ്ഞ് ഇരുവരും ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ 1 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയിനെ ഒരുപാട് മദ്യപിച്ച് ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും അതുമാത്രമല്ല ഹീറോയിന്റെ ഫോട്ടോസും അവളെക്കുറിച്ച് മോശം പ്രചരണം നടത്തിയവരെ കുറിച്ച് കണ്ടുപിടിക്കാനായി അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരുന്നു. ഫൈനലി അത് രണ്ടാനമ്മയും മകളും തന്നെയാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് വാറന്റുമായി പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതേസമയം അമ്മയും മകളും ആവട്ടെ പരസ്പരം ഓരോരുത്തരെ പഴിചാരുകയും തുടർന്ന് അവരിരുവരും അടിയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയായിരുന്നു പോലീസ് അവിടെ എത്തിയതും അവരുടെ മേലിൽ ചേർത്തിരിക്കുന്ന കേസുകളെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം ഇനിയൊരിക്കലും അവർക്ക് വെളിയിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ വിവരങ്ങളെ പറ്റിയൊക്കെ അസിസ്റ്റന്റ് ആവട്ടെ ഹീറോയുടെ ഹീറോയിന്റെ അടുത്തും വന്ന് അറിയിക്കുന്നുണ്ട്. തുടർന്ന് അവരിരുവരും വല്ലാതെ ഹാപ്പി ആവുന്നു. അസിസ്റ്റന്റ് അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോയിന്റെ അടുത്ത് ഹീറോ പറയുന്നുണ്ട്, നിന്നെ വിഷമിപ്പിച്ചവരെല്ലാം ഇപ്പോൾ ജയിലിലാണ്. ഇനി ഒരിക്കലും നിന്നെ ആരും വേദനിപ്പിക്കാനും അനുവദിക്കത്തില്ല. എപ്പോഴും നിനക്ക് പ്രൊട്ടക്റ്റീവായി ഞാനുണ്ടാവും. അങ്ങനെ അവർ ഇരുവരും സന്തോഷത്തോടെ തന്നെ കിസ് ചെയ്യുകയും ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിൻ വളരെയധികം സന്തോഷത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തനിക്ക് സംഭവിച്ച എല്ലാ അന്യായങ്ങൾക്കും
തൻ്റെ ഹസ്ബൻഡ് തന്നെ റീപേ ചെയ്തെന്നും വളരെ സന്തോഷകരമായ ഒരു മാരീഡ് ലൈഫാണ് താൻ നയിക്കാൻ പോകുന്നതെന്ന് ഓർക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ ഹീറോയുടെയും ഹീറോയിൻ്റെയും മാരേജ് ലൈഫ് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നിടത്ത് തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാരെന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഹിസാന, അൻഷ, ഷഫ, അതുല്യ, ഇസ, വൈഗ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.